അത്യത്ഭുതങ്ങൾ നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിലെ അനന്തകോടി ജീവജാലങ്ങളിൽ ഒരുവനാണ് മനുഷ്യൻ. ആകാശഭൂമികളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ആദരണീയമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. പല മേഖലകളിലും മനുഷ്യനേക്കാൾ കഴിവുകളുള്ള ഒട്ടധികം ജീവി വർഗങ്ങളുണ്ടെങ്കിലും മറ്റ് സൃഷ്ടിജാലങ്ങളെക്കാൾ ബഹുമാന്യമായ ഒരു പദവി നൽകി അള്ളാഹു ആദരിച്ചിട്ടുള്ളത് മനുഷ്യനെയാണ്. തീർച്ചയായും മനുഷ്യനാണ് ഇതര സൃഷ്ടിജാലങ്ങളെക്കാൾ ഉത്കൃഷ്ടനെന്നുള്ളത് മനുഷ്യന്റെ കേവലം ഒരു അവകാശവാദമല്ല, മറിച്ച് മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും പടച്ചിട്ടുള്ള സാക്ഷാൽ സൃഷ്ടാവിന്റെ സമ്മതപത്രമാണ്. 17-ാമത്തെ സൂറയിലും 70-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ലീല. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. കരയിലും കടലിലും നാം അവരെ വാഹനത്തിൽ വഹിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ സൃഷ്ടികളിൽ മിക്കതിനേക്കാളും മനുഷ്യന് നാം ശ്രേഷ്ഠത കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ശ്രേഷ്ഠതക്കുള്ള അടിസ്ഥാനപരമായ കാരണം? ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ജീവി മനുഷ്യനാണോ? തീർച്ചയായുമല്ല. തന്റെ മുകളിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന കഴുകന് മനുഷ്യനുള്ള കാഴ്ചശക്തിയേക്കാൾ 5 ഇരട്ടി കാഴ്ചശക്തിയുണ്ട് എന്ന് മാത്രമല്ല, ആകാശ സീമകളിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന ചില കൊച്ചുകുരുവികൾക്ക് ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കുന്ന വിരകളെ ദർശിക്കുവാനുള്ള കഴിവുണ്ട് എന്നാണ് പക്ഷി ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തുന്നത്. കാഴ്ചശക്തിയിൽ പൂച്ചയെ മറികടക്കാൻ നമുക്ക് സാധ്യമല്ല. മത്സ്യങ്ങളെ, ഡോൾഫിനുകളെ മറികടക്കാൻ മനുഷ്യന് കഴിയുകയില്ല. പ്രാണശക്തിയുടെ വിഷയം എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യന്റെ നാസികയിൽ മണത്തറിയാൻ സഹായിക്കുന്ന 50 ലക്ഷം രാസഗ്രാഹികൾ ഉണ്ടെങ്കിൽ ഒരു നായയുടെ നാസികയുടെ തുഞ്ചത്ത് ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ മാത്രം 40 ലക്ഷം രാസഗ്രാഹികളുണ്ട്. ഒരു സ്രാവിന്റെ നാസികയുടെ തുഞ്ചത്ത് ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ മാത്രം മണത്തറിയാൻ സഹായിക്കുന്ന 200 ലക്ഷം രാസഗ്രാഹികളുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു കരടിയെ സംബന്ധിച്ചിടത്തോളം 32 കിലോമീറ്റർ അപ്പുറമുള്ള മണം പിടിക്കാൻ സാധ്യമാകുമെന്ന് പറയുന്നു. കായിക ബലത്തിലാകട്ടെ നരിയെ, സിംഹത്തെ ഒന്നും തന്നെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. ഭാരം ചുമക്കുന്ന വിഷയത്തിൽ 9 ടൺ വരെ ഭാരം ചുമക്കുവാൻ ഒരു ആനയ്ക്ക് സാധ്യമാകും. തന്റെ ഭാരത്തെക്കാൾ 50 ഇരട്ടി ഭാരം വഹിക്കാൻ ഒരു ഉറുമ്പിന്, കേവലം ഒരു ഉറുമ്പിന് കഴിയും. തന്റെ ശരീരത്തിന്റെ ഭാരത്തെക്കാൾ 1000 ഇരട്ടി മടങ്ങ് ഭാരം വഹിക്കുവാൻ കഴിവുകളുള്ള ജീവികളുണ്ട് എന്നാണ് ജന്തുശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തുന്നത്. എന്നിരിക്കെ അവയ്ക്കൊന്നും തന്നെ നൽകിയിട്ടില്ലാത്ത സവിശേഷമായ സ്ഥാനം നൽകി അല്ലാഹു മനുഷ്യനെ ആദരിച്ചത് എന്തിനാണ്, എന്തുകൊണ്ടാണ്? ഈ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള മുഴുവൻ കഴിവുകളെയും മറികടക്കാൻ സാധിക്കുന്ന, അവയെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന അനിതരമായ ബുദ്ധിശക്തി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ് മനുഷ്യന് മറ്റു സൃഷ്ടിജാലങ്ങളെക്കാൾ പരിഭാവനമായ, പവിത്രമായ, മഹോന്നതമായ സ്ഥാനം നൽകപ്പെടാനുള്ള അടിസ്ഥാനപരമായ കാരണം. മറ്റു സൃഷ്ടിജാലങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളെ തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതല്ലാതെ അതിനപ്പുറം അവയെ സംബന്ധിച്ച് ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ സാധ്യമല്ല.
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേക്കാൾ കഴിവുകളുള്ള ഒട്ടധികം സൃഷ്ടിജാലങ്ങളെ തന്റെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്നതോടൊപ്പം ആ സൃഷ്ടിജാലങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായി, അത് തനിക്ക് ജീവിക്കാൻ ഉപയുക്തമാം വിധം എങ്ങനെ കീഴ്പ്പെടുത്തപ്പെട്ടു, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അസംഖ്യം അനുഗ്രഹങ്ങൾ എങ്ങനെ ലഭ്യമായി ആർക്ക് നൽകി എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് മനുഷ്യന്റെ ആദരണീയതക്കുള്ള ബഹുമാന്യതക്കുള്ള അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് തന്നെ മറ്റു ജീവജാലങ്ങൾക്കൊന്നും തന്നെ നൽകപ്പെട്ടിട്ടില്ലാത്ത ചിന്താശക്തി മനുഷ്യൻ ശരിയാം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അത് പ്രയോജനപ്പെടുത്താത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വിഭിന്നമായി തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ചിന്താശേഷിയെ, യുക്തിയെ, ബുദ്ധിയെ ശരിയാം വിധം പ്രയോജനപ്പെടുത്താത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദരണീയത എന്ന പദവിക്ക് അർഹനല്ലെന്ന് മാത്രമല്ല, മനുഷ്യൻ എന്ന പേരിന് പോലും അർഹനല്ല എന്നാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്. വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. സൂറത്തുൽ അഅറാഫിലെ 197-ാമത്തെ വചനം. നരകത്തിന് വേണ്ടി മനുഷ്യരിൽ നിന്നുള്ള, ജിന്നുകളിൽ നിന്നുള്ള ധാരാളക്കണക്കിന് ആളുകളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്താണ് അവയുടെ പ്രത്യേകത? തീർച്ചയായും അവർക്ക് കണ്ണുകളുണ്ട്, കണ്ണുകൊണ്ട് അവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, കാതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. ഉലൈകൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽ ഹും അളൽ, അല്ല അതിനേക്കാൾ പിഴച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയിട്ടുള്ള ശേഷി ശരിയാം പ്രയോജനപ്പെടുത്താത്തവൻ, തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള കണ്ണുകൊണ്ട് മൃഗങ്ങൾ കാണുന്നതിനപ്പുറം കാണാത്തവൻ, തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള കാതുപയോഗിച്ചുകൊണ്ട് മൃഗങ്ങൾ കേൾക്കുന്നതിനപ്പുറം കേൾക്കാത്തവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയിട്ടുള്ള അനിതരമായ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വസ്തുവിനെ സംബന്ധിച്ച് ശരിയാം വിധം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത വ്യക്തി അവൻ മൃഗങ്ങളെ പോലെയാണ്, അല്ല മൃഗങ്ങളെക്കാൾ പിഴച്ചവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ തെറ്റിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നാം നമുക്ക് നൽകിയിട്ടുള്ള ബുദ്ധിശക്തിയെ ശരിയാം വിധം പ്രയോജനപ്പെടുത്തണം. ആ ബുദ്ധിശക്തിയെ, ചിന്താശക്തിയെ ശരിയാം വിധം ഉജ്ജീവിപ്പിക്കുന്ന പ്രക്രിയയാണ് വായന എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള ഒരു വ്യക്തി ഉയർന്ന വായനാ സംസ്കാരത്തിന്റെ ഉടമയാകണം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ മോക്ഷത്തിന്റെ മാർഗത്തിലൂടെ നയിക്കുന്നതിന് വേണ്ടി, സ്വർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രൗഢോജ്വലമായ വചനങ്ങളിലെ പ്രഥമ വചനം തന്നെ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നീ വായിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവതരിച്ചിട്ടുള്ളത്. ഈ വായന എന്ന് പറയുന്നത് കേവലം ഉപരിപ്ലവമായ ഒരു വായനയല്ല, മറിച്ച് അകന്തട്ടിയുള്ള, ഉയർന്ന, വേറിട്ട, വ്യതിരിക്തമായ ഉൾക്കനമുണ്ട ഒരു വായനയെ സംബന്ധിച്ചാണ്. നീ വായിക്കണം. സൃഷ്ടിച്ചവനായ നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കണം. തീർച്ചയായും മനുഷ്യനെ അവൻ സംയുക്തമായ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ നാഥൻ അത്യുദാരൻ അത്രേ. അല്ലദീ അല്ലമ ബിൽ ഖലം, അവൻ തൂലിക കൊണ്ട് പഠിപ്പിച്ചവനാണ്. മനുഷ്യനെ പേന പിടിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള, അറിവിന്റെ അനന്തമായ മേഖലകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് വേണ്ടിയുള്ള ശേഷി നൽകിയിട്ടുള്ള, സൃഷ്ടാവിനെ അറിയാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉയർന്ന വായനാ സംസ്കാരത്തിന്റെ ഉടമയായി നീ മാറണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ വായിക്കുകയില്ല എന്ന് പറയുന്നവൻ ധിക്കാരിയാണ് എന്ന് കൂടി അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. വായനയുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് പ്രായമായി, ഇനി എനിക്ക് വായിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരുണ്ട്. എനിക്കതിന് നേരമില്ല എന്ന് പറയുന്നവരുണ്ട്. എനിക്ക് വീട്ടിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മക്കളില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാനാകട്ടെ ഭൗതികമായ മേഖലയുമായി വ്യത്യസ്തമായിട്ടുള്ള ജോലിയിലാണ്, എനിക്ക് വായിക്കാൻ ഇവിടെ നേരം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിക്കുന്നത് അവർ ധിക്കാരികളാണ് എന്നാണ്. നേരത്തെ നാം ഓതി വെച്ചിട്ടുള്ള, നാം മനസ്സിലാക്കിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള പ്രഥമ വചനത്തിന് ശേഷമുള്ള വചനം കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ, അങ്ങനെ വേണ്ട. തീർച്ചയായും മനുഷ്യൻ അതിക്രമകാരിയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതുകൊണ്ട്. എനിക്ക് വായിക്കേണ്ടതില്ല, എനിക്കിനി അറിയേണ്ടതില്ല, എനിക്ക് പ്രായമായി, എനിക്ക് നേരമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയിട്ടുള്ള വായനാ ശേഷിയെ ശരിയാവിധം പ്രയോജനപ്പെടുത്താത്ത വ്യക്തികൾ ധിക്കാരികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള ശേഷി എന്ന് പറയുന്നത്, അതിലടങ്ങിയിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റേതൊരു അനുഗ്രഹത്തെക്കാൾ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനുഷ്യന് ചെയ്തു കൊടുത്തിട്ടുള്ള ഒട്ടധികം അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ അനുഗ്രഹങ്ങളെക്കാൾ എല്ലാം ഏറ്റവും വലിയ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും തൂലിക പിടിക്കാൻ മനുഷ്യനെ പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഒരൊറ്റ സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ സംബന്ധിച്ച് അക്രം എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. നീ വായിക്കുക, നിന്റെ നാഥൻ അത്യുദാരനത്രേ, അവൻ മനുഷ്യനെ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ആ കഴിവിനെ, ആ ശേഷിയെ ശരിയാം വിധം നാം ഉപയോഗപ്പെടുത്തണം, പ്രയോജനപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്താതിരിക്കുന്ന പക്ഷം നാം സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന അക്ഷന്തവ്യമായ അപരാധമായിരിക്കും എന്ന് നാം തിരിച്ചറിയണം. നാം ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കാലുപയോഗിച്ചുകൊണ്ട് നടന്നു ചെന്നെത്തേണ്ട ഇടങ്ങളിലേക്ക് നാം നടക്കുന്നില്ലെങ്കിലോ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കൈ ഉപയോഗിച്ചുകൊണ്ട് പിടിക്കേണ്ട കാര്യങ്ങൾ പിടിക്കുന്നില്ല, പ്രവർത്തിക്കേണ്ട പ്രകാരം നാം പ്രവർത്തിക്കുന്നില്ലെങ്കിലോ, പണി മുടക്കി നിൽക്കുകയാണെങ്കിലോ, എന്താണ് നമ്മെ സംബന്ധിച്ച് പറയാനുണ്ടാകുന്നത്? ഇതേ പ്രകാരം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുവാനുള്ള കണ്ണ് നമുക്ക് നൽകിയിട്ട്, കേൾക്കുവാനുള്ള കാത് നമുക്ക് നൽകിയിട്ട്, ചിന്തിക്കുവാനുള്ള ഹൃദയം നമുക്ക് നൽകിയിട്ട്, മൃഗങ്ങൾക്കപ്പുറം കാണാനും കേൾക്കുവാനും നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നാം നമ്മോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണത്, അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ നന്ദികേടാണത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ എന്ന നിലക്കും ഉയർന്ന വായനാ സംസ്കാരത്തിന്റെ ഉടമകളായി നാം മാറണം. ഈ വായനാ സംസ്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി, ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി സ്വന്തമാക്കുവാൻ, പിശുക്കില്ലാതെ സ്വന്തമാക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. നാം ഇതിനുവേണ്ടി പുറത്തിറക്കുന്ന 40 എന്ന വാരികയുടെ പ്രചാരണം നടക്കുന്ന ഒരു സന്ദർഭമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അത് ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. തന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ള ചില ഭാഗങ്ങൾ അതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നിട്ടുള്ള പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനിനെ ശരിയാവിധം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഖുർആൻ പരിഭാഷ അതിലുണ്ട്. ഇമാം സഅദിയുടെ പരിഭാഷ അതിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ വിശദീകരണങ്ങളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഹദീസിന്റെ ആധികാരികതയെ സംബന്ധിച്ച് ശരിയാം വിശകലനം ചെയ്യുന്ന പങ്ക്തികൾ അതിലുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരുടെ സംതൃപ്തമായ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആവിഷ്കാരം അതിലുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ശരിയാവിധം പ്രമാണബദ്ധമായി വിശകലനം ചെയ്യുന്ന മുഖലേഖനങ്ങൾ അതിലുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള പങ്ക്തികളുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നാം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണത്തിന്റെ പ്രചാരണം നൽകുന്ന ഈ ഘട്ടത്തിൽ നമ്മിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തകന്മാർ വരുമ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ഇത് മാത്രമല്ല, ഇതേ പ്രകാരം നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ, ആധികാരികമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ, ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കുന്നതിന് വേണ്ടിയുള്ള സമയം നാം കണ്ടെത്തിയേ പറ്റൂ. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മേലുള്ള ബാധ്യതയാണത് എന്ന് വിശുദ്ധമായ പ്രമാണങ്ങളിൽ നിന്ന് ശരിയാവിധം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. എന്ന് മാത്രമല്ല, നിശബ്ദമായി നടക്കുന്ന ഒരു പ്രചാരണത്തിനുള്ള ഉപാധി കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അക്ഷരപ്രകാശം എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാ ആളുകൾക്കും ഒരേ പ്രകാരം ഖുർആനോദി ഹദീസോദി വിശദീകരിച്ചു കൊടുക്കാൻ കഴിയണമെന്നില്ല. നാം മനസ്സിലാക്കിയതിനനുസരിച്ച് കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആധികാരികമായ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി നാം വരി ചേരുമ്പോൾ, വരി ചേർന്നുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നാം സഹായിക്കുമ്പോൾ, ഇസ്ലാമിനെ ശരിയാവിധം ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മേഖലയിൽ പങ്കാളിത്തം വഹിക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്ന് നാം അറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ 1, 2, 3, 4, 5 ആളുകൾ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവുള്ള പരിചയമുള്ള ആളുകൾ ഉണ്ടാകാം. ഒരു വീട്ടിലേക്ക് ഒരു കോപ്പി മാത്രമേ ആവശ്യമുണ്ടാവുകയുള്ളൂ. എന്നാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ്, ലൈബ്രറികളിലേക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ്.
550 രൂപ ഒരു കോപ്പിക്ക് നാം മുടക്കിയാൽ ഒരു വർഷം അത് അയച്ചുകൊണ്ടിരിക്കും. വിശിഷ്യ ഇസ്ലാമിന്റെ സന്ദേശം യഥാവിധി എത്തിച്ചേർന്നിട്ടില്ലാത്ത തെക്കൻ മേഖലകളിലേക്കൊക്കെ ഇതിന്റെ കോപ്പികൾ എത്തുമ്പോൾ അത് മനസ്സിലാക്കി ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള മേഖലയുമായി ക്രിയാത്മകമായി ബന്ധപ്പെടാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏതൊരു കഴിവിനെയും ശരിയാവിധം തിരിച്ചറിഞ്ഞും ശരിയാവിധം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽദി കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത് ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. സ്ത്രീ സമൂഹം ഏതു കാലഘട്ടത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീത്വത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എക്കാലഘട്ടത്തും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, സംസ്കാരങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയാൽ, സ്ത്രീ കേവലം ഒരു വിൽപ്പനച്ചരക്ക് മാത്രമായി അവഗണിക്കപ്പെട്ട ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് സംസ്കാരം എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന്റെ നാശത്തിന്റെ ഹേതു സ്ത്രീയാണ് എന്ന് പറയുന്ന മതദർശനങ്ങളുണ്ട്. ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ടായിരുന്നത് സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ അവൾ ഒന്നും ശപിക്കപ്പെട്ടവളാണ് എന്ന് പറയുന്ന മതദർശനങ്ങളുണ്ട്. ചെകുത്താന്റെ ഹൃദയവും മാലാഖയുടെ സൗന്ദര്യമുള്ള സത്വമാണ് സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള മതാചാര്യന്മാരുണ്ടായിട്ടുണ്ട്. സ്ത്രീ ഒരു കാലഘട്ടത്തും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പാടില്ല എന്ന് പറയുന്ന മത വീക്ഷണങ്ങളുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ലൈംഗികമായ ദാഹം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണം എന്നതല്ലാതെ അതിനപ്പുറം അവൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്ന കാഴ്ചപ്പാടുകളുണ്ട്. ഇത്രയധികം എന്ന് ചോദിച്ചാൽ സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് പോലും സംശയിച്ചിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ഇന്നമൻ നിസാ ശഖായിഖുർ റിജാൽ. തീർച്ചയായും സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഉടപ്പിറപ്പാണ്. നിങ്ങൾ സംശയിക്കേണ്ടതില്ല. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇൽ ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യ സൃഷ്ടിപ്പിന്റെ വർധനവിൽ, സന്താന പരമ്പരകളുടെ വർധനവിൽ സ്ത്രീക്ക് പങ്കുണ്ടോ എന്ന് സംശയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ സംശയിക്കേണ്ട, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സ്ത്രീയുടെ അണ്ടത്തിനും പുരുഷന്റെ ബീജത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള മത ദർശനം വിശുദ്ധ ഖുർആനാണ്. സ്ത്രീക്ക് അവകാശങ്ങളുണ്ട്, അവർക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ അവൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അവരാര് നന്മ പ്രവർത്തിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുന്നതാണ് എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. സ്ത്രീ നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രതിഫലം കുറവും, പുരുഷൻ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രതിഫലം കൂടുതലൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ തയ്യിബ. തീർച്ചയായും ആണാകട്ടെ പെണ്ണാകട്ടെ, 16-ാമത്തെ സൂറയിലെ 97-ാമത്തെ വചനം, ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസ ബന്ധുരമായ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ ആ സൽക്കർമ്മം പ്രവർത്തിച്ചുവോ തീർച്ചയായും നാം അവർക്ക് വിശിഷ്ടമായ ഒരു ജീവിതം സമ്മാനിക്കുന്നതാണ്. അവർ നൽകിയിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനത്തെ പരിഗണിച്ചുകൊണ്ട് നാം അവർക്ക് പ്രതിഫലം നൽകുന്നതാണ് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സൽക്കർമ്മമാണ് ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനയിൽ പരമശ്രേഷ്ഠമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം നിർവഹിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ദിരമാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത്. ആ മസ്ജിദുകളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കുവാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുക എന്നത് അവർക്ക് നിർബന്ധമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനുള്ള പോലെ നിർബന്ധമില്ലെങ്കിലും അവൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, ഭർത്താവിന്റെ മുമ്പിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അത് സ്വീകരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് പെണ്ണുങ്ങളെ നിങ്ങൾ തടയുവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളോട് തന്റെ ഭാര്യമാരിൽപ്പെട്ട ആരെങ്കിലും പള്ളിയിലേക്ക് വരുന്നതിന് വേണ്ടി അനുമതി ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുമതി കൊടുക്കണം. മറ്റൊരു ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, നിങ്ങളുടെ ഭാര്യമാർ രാത്രിയിൽ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളോട് അനുമതി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് അനുമതി കൊടുത്തേ പറ്റുള്ളൂ. മുസലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമസ്കരിക്കും. അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ത്രീകൾ അവിടെ നിന്ന് എഴുന്നേൽക്കും. പ്രവാചകൻ മക്കത്ത് യസീർ അല്പം അവിടെ ഇരിക്കും. പ്രവാചകൻ അല്പം അവിടെ ഇരിക്കും. പ്രവാചകൻ ഇരുന്ന ആ ഒരു സമയത്തിന്റെ പെട്ടെന്ന് തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യും? ബാക്കിൽ നിന്ന് പിരിഞ്ഞു പോകും. രണ്ടു വശങ്ങളിലല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ, മറിച്ച് പുരുഷന്മാരുടെ ബാക്കിൽ കുട്ടികളും അതിന്റെ ബാക്കിൽ സ്ത്രീകളുമായിരുന്നു കൊണ്ടാണ് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, മക്കത്തെ യസീറൻ എന്ന് പറഞ്ഞാൽ തന്നെ സലാം വീട്ടിയതിനു ശേഷം ഇമാം അല്പം മാത്രമേ ആ സ്ഥലത്ത് ഇരുന്നിട്ടുള്ളൂ. അത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ കിതാബുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, പുരുഷന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന സ്ത്രീകൾക്ക് പിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയായിരുന്നു എന്ന്. പക്ഷെ നിബന്ധനകളുണ്ട്. സ്ത്രീകൾ മറ്റ് കാര്യം തന്റെ ഭർത്താവിന്റെ കിടപ്പറയിലേക്ക് പോകുന്നത് പോലെ സുഗന്ധം പൂശിക്കൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല. പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തി അത്തരത്തിലുള്ള ആഭരണങ്ങൾ നടത്തി ആഭരണങ്ങളെ കൊണ്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കി പള്ളിയിലേക്ക് വരാൻ പാടില്ല. അടക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി, ഭക്തിയോടുകൂടി പള്ളിയിലേക്ക് വരുന്നതിന് വേണ്ടി സ്ത്രീകൾ അനുമതി ചോദിച്ചാൽ അനുമതി കൊടുക്കണമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, തീർച്ചയായും നിങ്ങൾ വചനമിരിക്കുന്നവരായിരിക്കെ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടാൻ പാടില്ല. നിങ്ങൾ പള്ളികളിൽ വചനമിരിക്കുന്നവരായിരിക്കെ നിങ്ങൾ സ്ത്രീകളുമായി ഭാര്യമാരുമായി സംസർഗത്തിൽ ഏർപ്പെടാൻ പാടില്ല. വചനമിരിക്കുന്ന ഇഅ്തികാഫിരിക്കുന്ന ഒരു വ്യക്തി പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോൾ ആ ഇഅ്തികാഫിരിക്കുന്ന പള്ളികളിൽ തന്റെ ഭാര്യമാരും ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഭജനമിരിക്കെ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കും, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് വരെ റമദാനിന്റെ അവസാനത്തെ 10 പള്ളിയിൽ ഭജനം ഇരുന്നിട്ടുണ്ടായിരുന്നു. പ്രവാചകന്റെ കാലശേഷം അവിടുത്തെ ഭാര്യമാരും പള്ളിയിൽ ഇഅ്തികാഫിരുന്നു എന്ന് ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സമകാലിക സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ നാം അറിയേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം സ്ത്രീക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യമാണത്, അവകാശമാണത്. അതിനെ നിഷേധിക്കുവാൻ ഒരു പുരോഹിതനും അവകാശമില്ല എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം കുത്തഴിഞ്ഞ രൂപത്തിൽ സ്ത്രീകൾക്ക് വരാനുള്ള അവകാശമുണ്ട് എന്നതല്ല, മറിച്ച് നിബന്ധനകൾ പാലിച്ചുകൊണ്ടും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മര്യാദകൾ സ്വീകരിച്ചുകൊണ്ടും പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് വരുന്നതിന് വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവരെ തടയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ വിധി എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധി വിലക്കുകൾ ശരിയാം വിധം പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ, സജ്ജനങ്ങൾ, സത്യത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളും പാകപ്പിഴകളും അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തീരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസ സഹോദരങ്ങൾക്കും നാഥാ നീ കുറവയും സമാധാനവും നൽകുമാറാകണമേ. اللهم ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انا نسالك الهدى والتقى والعفاف والمغفرة يا رب العالمين. اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.